Hello. Welcome to Market Discussion of the Day. Today, March 5th, 2026, Wednesday ആണ്. Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ ബേസിക് ലെവലിലുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക. 7 ദിവസത്തെ കോഴ്സായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് വാർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഈ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് US-ഉം ഇസ്രയേലും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ എന്തൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ മെയിനായിട്ടും US സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 2000 ടാർഗറ്റ്സ് അക്രോസ് ഇറാനിൽ ബാലിസ്റ്റിക് മിസൈൽസും അതേപോലെ തന്നെ അവരുടെ നേവൽ അസറ്റ്സും ഒക്കെ US ആൻഡ് ഇസ്രായേൽ സ്ട്രക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ US കമാൻഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന ആ ഒരു കടൽപ്പാത വേൾഡിലെ തന്നെ 20% ഓയിൽ ഒഴുകുന്ന ആ ഒരു കടൽപ്പാത ബ്ലോക്ക് ചെയ്തത് മൂലം ഓൾമോസ്റ്റ് 20% ഓയിലിൻ്റെ ഷിപ്മെൻറ്റിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടായി എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുമൂലം നമ്മുടെ ക്രൂഡ് ഓയിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലുണ്ടായ വലിയ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത് 65 അല്ലേ. സോ ഇന്നിപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന 77. ഭയങ്കര വലിയൊരു ക്രൂഡ് ഓയിലുള്ള റേറ്റിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനും സാധിക്കും. സോ അതുമൂലം എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇൻഫ്ലേഷൻ കൂടുകയാണ്. ഓക്കെ, സോ ഇൻഫ്ലേഷൻ കൂടുന്നതിൻ്റെ റീസൺ എന്താണ്? ഓയിൽ പ്രൈസ് കൂടുന്നു. ഉറപ്പായിട്ടും ഓയിൽ പ്രൈസ് കൂടുമ്പോൾ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വില കൂടും, അതിലൂടെ ഇൻഫ്ലേഷനും കൂടും അല്ലേ. സോ ആ ഇൻഫ്ലേഷൻ കൂടുന്നത് പ്രകാരം ബേസിക്കലി നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ അത് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ DXY അതായത് US ഡോളർ ഇൻഡെക്സിൻ്റെ റേറ്റ് കൂടി അത് 99 മുകളിലോട്ട് പോവുകയും ഡോളർ സ്ട്രെങ്തൻ ആവുകയും അതുമൂലം ഗോൾഡിൽ വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവുകയും ഗോൾഡ് ഓൾമോസ്റ്റ് 5400 വരെയൊക്കെ എത്തി നിന്ന ഗോൾഡ് താഴെ വീണ് കഴിഞ്ഞ മെനഞ്ഞാന്ന് നമുക്കറിയാം 5000-ലൊക്കെ വീണ് പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടതാണല്ലേ. വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസ് ആണ് നമ്മൾ ഗോൾഡിലും കണ്ടത് അല്ലേ. സോ അത് ബേസിക്കലി വേറൊന്നും കൊണ്ടിട്ടല്ല. ഉറപ്പായിട്ടും പ്രോഫിറ്റ് ബുക്കിങ്സ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. അതേപോലെ തന്നെ US ഡോളർ സ്ട്രെങ്തൻ ആയതുമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഓക്കെ, സോ അതുമാത്രമല്ല നമ്മളുടെ പൊളിറ്റിക്കൽ പരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓൾമോസ്റ്റ് സുപ്രീം കോടതി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന US പ്രസിഡൻറ്റിന് പ്രത്യേകിച്ചൊരു താരിഫ്, വേറെ രാജ്യങ്ങൾക്കെതിരെ താരിഫ് കൊടുക്കാനായിട്ടുള്ള അനുമതി ഇല്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഗ്ലോബൽ താരിഫ് 10% ആക്കുകയും അത് കൂട്ടുകയും ചെയ്തു, 15%-ലോട്ട് റിവേഴ്സ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ അത് ഉറപ്പായിട്ടും അത് US അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യലി അത് റേസ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള ആ ഒരു എസ്കോട്ട്, അതായത് നമ്മളുടെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ടാങ്കേഴ്സിനെ എസ്കോട്ട് ചെയ്തുകൊണ്ട് US സ്റ്റാർട്ട് ചെയ്തു. എസ്കോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ US സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അത് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു, അത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് പറഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ കഴിഞ്ഞ 24 hours ആയിട്ടുള്ള പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ നമ്മൾ നേരെ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് ഇന്ന് നോക്കാം. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ സോ ഇന്ന് March 5.
നമ്മൾ നോക്കാൻ നേരത്ത് ഇന്ന് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കാണ് ഈ പറയുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ 9 മണിക്കുള്ള നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജിൻ്റെ ന്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഇന്ന് വളരെ എന്താ പറയുക ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പൊളിറ്റിക്കൽ ന്യൂസ് തന്നെ മതി നമ്മുടെ ഡയറക്ഷണൽ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് വളരെ എന്താ പറയുക ഒന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഞാൻ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇന്ത്യയിൽ പല എന്താ പറയുക നമുക്ക് എല്ലാ രീതിയിലുള്ള ഇന്ത്യയിലല്ല മൊത്തത്തിൽ റെഗുലേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ ഈ റെഗുലേഷൻസ് ഉള്ള കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ലോർഡ്സ് ബാങ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്പോൺസർഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക നമ്മളുടെ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് സ്റ്റാർ ട്രേഡറാണ്. ഓക്കെ, ക്രിക്കറ്റിൽ ഈ വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്ന നമ്മളുടെ സ്റ്റാർ ട്രേഡറാണ്. അതിൻ്റെ കൂടെ തന്നെ NBA സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ PFL സ്പോൺസർഷിപ്പ് ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ കൊടുക്കുന്നൊരു ബോണസ് പ്രോഗ്രാം എന്താ വെച്ചാൽ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കറൻ്റ് എടുക്കുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് ഈ ഒരു കമ്പനി കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എൻ്റെ എന്താ പറയുക നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. UAE ക്ലയൻസിന് പ്രത്യേക ലിങ്കാണ്, അത് നോക്കി തന്നെ എടുക്കുക. ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവരും സെയിം ലിങ്ക് തന്നെയാണ്. ഓക്കെ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY പോവാം. USD JPY നല്ല രീതിയിലുള്ള ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നലെ മാർക്കറ്റ് താഴോട്ട് പോയപ്പം 156 എവിടെ വരെ പോയി 156.452. സോ 157 മുകളിലായിട്ട് ബൈ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴും സ്റ്റോപ്പ് ലോസ് 156.40 താഴെ വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. സോ കൃത്യമായിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നത് ഉണ്ടോ. സോ അതാണ് ആ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, കൃത്യമായിട്ട് വെക്കണം. ഇന്ന് 40 അവിടെ അല്ല അതിൻ്റെ താഴെ വെക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും 40 പോലും ഹിറ്റായിട്ടില്ല. സോ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഇന്നും നമുക്ക് എന്താ പറയുക ഒരു അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. സോ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് 157 അവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടി നമ്മൾ മുകളിലോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും 157 അവിടെ ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. സ്റ്റോപ്പ് ലോസ് അത് തന്നെ എടുക്കുക. 157 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 158 അവിടെ അടുത്തൊക്കെ ആയിട്ട് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് ഒരു പുൾ ബാക്ക് കിട്ടി 156.60 156.50 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒരു 156 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 157.5 അവിടെയൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഇതാണ് 2 ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലാത്ത പക്ഷം നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 157.80 മുകളിൽ അല്ലെങ്കിൽ 158 മുകളിലായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ ക്യാൻഡിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടുന്ന് വേണമെങ്കിലും നമുക്കൊരു ബൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് പോകുമ്പം GBP USD 1.3317 നിൽക്കുന്നു. ബേസിക്കലി ബെയറിഷാണ് USD JPYയുടെ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് അതും 2 ഓപ്പർച്യൂണിറ്റിയാണ് പറയാനുള്ള. ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ 1.3400 അവിടെ നിന്നുള്ളൊരു സെല്ല് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 1.3 ഇന്നും വീണ്ടും നമുക്ക് 1.3400 അവിടെ വരെ പോകുമോ എന്ന് എനിക്കറിയില്ല. അവിടെ വരെ കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു സെല്ല് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇല്ലാത്ത പക്ഷം 1.3360 അവിടെയൊക്കെ അല്ലെങ്കിൽ 1.3350 അവിടെ നിന്നൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം 1.3280 താഴെയായിട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് ക്രോസ് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടാൽ അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് സെല്ല് നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം. ഓക്കെ, സോ 1.3360 അവിടെ നിന്ന് അല്ലെങ്കിൽ 1.3350 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.3410 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ്. 1.3
1.280 താഴെയായിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ ടൈറ്റായിട്ട് വെച്ച് പോകുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1.3340 അവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് പോയി 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ മറിച്ച് മാർക്കറ്റ് 1.3300 മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഈവൻ നമ്മളുടെ ഏഷ്യ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 1.3300 മുകളിലാണ്, അല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവിടുന്ന് ചെറിയ രീതിയിലുള്ള ബൈ ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഓക്കെ, ഒന്നെങ്കിൽ ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.3280 താഴെ വെക്കാം, ഇല്ലാത്ത ആൾക്കാർക്ക് 1.3250 താഴെയായിട്ട് വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മുടെ യൂറോയിലോട്ട് വരാം. യൂറോയും ഒരു ബെയറിഷ് മൊമെൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, സോ യൂറോയിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സെല്ല് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയും. ഇപ്പോൾ കറൻ്റ്ലി 1.15910 നിൽക്കുന്നു. സോ നമുക്കൊരു ഫുൾ ബാക്ക് കിട്ടി 1.1640 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.1670 മുകളിലായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് 1.1500 നല്ലൊരു സപ്പോർട്ടാണ് യൂറോയിൽ കേട്ടോ. അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് 1.1500. ഓക്കെ, 1.1500 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ യൂറോയിൽ ഇന്നത്തെ ദിവസം പറയുന്നുള്ളൂ. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് പോവാം. ഗോൾഡ് 5139 നിൽക്കുന്നു. 5130 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സപ്പോർട്ടാണ്. ഓക്കെ, പക്ഷേ ഉള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ അവിടെ നമ്മൾ എങ്ങനെ 5130 ബൈ ചെയ്താൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും എന്നുള്ളതാണ്. സോ മിനിമം നമുക്ക് 5195 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് വെക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്താൽ മതിയാവും. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത സപ്പോർട്ട് 5180 ഓക്കെ, സോ 5180 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും അത്യാവശ്യം നല്ല രീതിയിൽ താഴെ 5150 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സെൽ എടുക്കുന്ന ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 5130 നിങ്ങൾ ബൈ ചെയ്യുന്നെങ്കിൽ 5095 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, സോ ഒരു 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ നഷ്ടം വന്നാൽ അവർക്ക് നഷ്ടം വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് $350 to $400 നഷ്ടമാണ്. ഓക്കെ, സോ ആ $350 to $400 നിങ്ങൾ നഷ്ടപ്പെടാൻ തയ്യാറാണോ? സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ട് ഒരു $1000 അക്കൗണ്ട് ആണെങ്കിൽ 0.1 ലോട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, സോ നേരെ മറിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ഒരു $1000 അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ 0.01 ലോട്ടാണ്, അല്ലെങ്കിൽ 0.02 മാക്സിമം എടുക്കാം. ഓക്കെ, സോ അതിൽ കൂടുതൽ എടുക്കാതിരിക്കുക. അത് സപ്പോസ് നമ്മളുടെ ഇത് ലെവലാണ്, പക്ഷേ എന്നും പറഞ്ഞ് തിരിച്ച് പോകാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്കത് ബെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് ആണ് എങ്കിൽ മാത്രം അവിടുന്ന് രണ്ടിടത്തുനിന്നും ബൈ ചെയ്യുക. 5130 5080. ഓക്കെ, ഈ രണ്ട് ലെവൽസാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബ്രേക്ക് ഔട്ടായി 5180 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് പോയാൽ അതിനെ നമ്മളൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാക്കി കൺസിഡർ ചെയ്ത് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 5160 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 5240 റേഞ്ചിലോട്ടൊക്കെ അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ എടുത്ത് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.